ഇപ്പോൾ കൊച്ചി അമൃത ആശുപത്രിയിലേക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തുന്ന ദൃശ്യമാണ് പ്രേക്ഷകർ കാണുന്നത്. അതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുരേഷ് ഗോപിക്കൊപ്പമൊക്കെ തന്നെ സിനിമകളിൽ അഭിനയിക്കുകയും ഒരുപാട് അമ്മ വഴിയും അല്ലാതെയും ഒക്കെ തന്നെ ഒരുപാട് ബന്ധങ്ങളുള്ള മിക്ക നടന്മാരും ഇപ്പോൾ അമൃത ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിട്ടുണ്ട് അവിടെ. അതുപോലെ രമേശ് പിഷാരടി MLA-യും അവിടെയുണ്ട്. IB ഈഡൻ MP അങ്ങനെയുള്ളവരെല്ലാം അവിടെ എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം ഏതാണ്ട് 9 മണിയോടെ ഭൗതിക ശരീരം പറവൂർ മുനിസിപ്പൽ ടൗൺ ഹാളിലേക്ക് കൊണ്ടുപോകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അല്പസമയത്തിനകം KR ഗോപികൃഷ്ണൻ കൊച്ചി അമൃത ആശുപത്രിയിൽ നിന്ന് നമുക്കൊപ്പം ചേരും. ഇന്നലെ രാത്രിയിലായിരുന്നു കൊച്ചി അമൃത ആശുപത്രിയിൽ അദ്ദേഹത്തിന് ഈ കരൾ സംബന്ധമായ രോഗത്തെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ അന്ത്യം സംഭവിച്ചത്. കുറച്ചധികം കാലമായി കരൾ രോഗത്തിന് അദ്ദേഹം ചികിത്സയിലായിരുന്നു. KR ഗോപികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അവിടെ എത്തി അദ്ദേഹത്തിന് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ചേതനയേറ്റ ശരീരത്തിന് മുന്നിൽ ഒരുപാട് ഓർമ്മകളുമായി നിൽക്കുന്ന പല സിനിമാ താരങ്ങളും സഹപ്രവർത്തകരും അവിടെ ഉണ്ടിപ്പോൾ. ഗോപികൃഷ്ണൻ നമുക്കൊപ്പം ചേരുന്നു. അമൃത ആശുപത്രിയിലേക്ക് ഇപ്പോൾ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയിരിക്കുന്നു. സലീം കുമാറിനെ അവസാനമായി കാണാനും അദ്ദേഹത്തിന് ആദരാഞ്ജലി അർപ്പിക്കാനുമാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തിയത്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളുകൾ ഇനിയിപ്പോൾ എത്തേണ്ട സമയമാണ്. SKN കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഇന്നലെ രാത്രി ദിലീപും നാദിർ ഷായും ഒക്കെ സലീം കുമാറിൻ്റെ സുഹൃത്തുക്കളും സഹപ്രവർത്തകരും ഒക്കെ എത്തുന്ന സമയമാണ്. ഇന്നലെ ദിലീപും നാദിർ ഷായും രമേശ് പിഷാരടിയും ഒക്കെ ഇന്നലെ തന്നെ എത്തിയിരുന്നു. ഇന്നിപ്പോൾ അല്പം മുൻപാണ്, ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇവിടെ എത്തിയിരിക്കുന്നത്. യാത്രയിൽ ഇപ്പോൾ സലീം കുമാറിൻ്റെ മൃതശരീരം സൂക്ഷിച്ചിരിക്കുന്ന മോർച്ചറി ആ ഭാഗത്തേക്ക് അദ്ദേഹം പോയിട്ടുണ്ട്. ആദരാഞ്ജലികൾ അർപ്പിച്ച ശേഷം അദ്ദേഹം ഇപ്പോൾ മടങ്ങി വരും. ഇപ്പോൾ സലീം കുമാറിൻ്റെ മൃതശരീരം കൊണ്ടുപോകാനുള്ള പറവൂരിലേക്ക് ജന്മനാട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ആംബുലൻസ് തയ്യാറായി നിൽക്കുന്നു. ഏതാണ്ട് 8:15 കൂടിയായിരിക്കും മൃതശരീരം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക. അതിനുശേഷം ഉള്ള 9 മണിക്കാണ് പറവൂർ ടൗൺ ഹാളിൽ മൃതദേഹം പൊതുദർശനത്തിന് വയ്ക്കുക. അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ ആദരാഞ്ജലി അർപ്പിക്കാനുള്ള സൗകര്യം അവസരവും അവിടെ ഉണ്ടാകും. 1 മണിക്ക് കഴിഞ്ഞ് 3 മണിയോടുകൂടിയായിരിക്കും ഔദ്യോഗിക ബഹുമതികളോടുകൂടി സംസ്കാര ചടങ്ങുകൾ നടക്കുക. മുഖ്യമന്ത്രി VD സതീശൻ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ എത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ സലീം കുമാറിനെ കാണാനും ആദരാഞ്ജലി അർപ്പിക്കാനുമായി എത്തിയിട്ടുണ്ട്. ആ ദൃശ്യങ്ങൾ നമ്മൾ അല്പം മുൻപ് കണ്ടു. അല്പസമയത്തിനകം അദ്ദേഹം തിരികെ ഇങ്ങോട്ടേക്ക് എത്തും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതിയോടുകൂടിയായിരിക്കും സംസ്കാര ചടങ്ങുകൾ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത് വൈകിട്ട് 3:30 പറവൂരിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടത്തും എന്നുള്ളതാണ്. 8:15 കൂടിയായിരിക്കും മൃതദേഹം ഇവിടെ നിന്നും കൊണ്ടുപോവുക. അതിനുശേഷമാണ് പൊതുദർശനത്തിന് വയ്ക്കുക. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.